നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിനകത്ത് ശക്തമായ വെള്ളപ്പാച്ചിൽ, ക്യാബിനടക്കം വെള്ളം നിറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. പെട്ടെന്ന് എങ്ങനെ വിമാനത്തിനകത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന സംശയത്തിലായിരുന്നു യാത്രക്കാർ. എന്നാൽ കാരണം കേട്ടറിഞ്ഞപ്പോൾ സംഗതി കൈവിട്ടു പോവുകയും ചെയ്തു. ശുചിമുറിയിൽ പൈപ്പ് ലീക്കായതാണ് വിമാനത്തിന്റെ ക്യാബിനിലടക്കം വെള്ളം നിറയാനുള്ള കാരണമായി മാറിയത്. വെള്ളത്തിലാവുകയായിരുന്നു യാത്രക്കാർ എല്ലാവരും. അമേരിക്കയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പല രീതിയിലുമുള്ള വിമാന അപകട സംഭവങ്ങൾ വാർത്തയായിട്ടുണ്ടെങ്കിലും 30,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ ക്യാബിനിൽ വെള്ളം നിറയുന്ന സംഭവം അപൂർവമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കൻ എയർലൈനിന്റെ വിമാനത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഡാലസിൽ നിന്ന് മിനപ്പോളിസിലേക്ക് ഡിസംബർ 7 പുറപ്പെട്ട വിമാനത്തിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നത്. പെട്ടെന്ന് ക്യാബിനിൽ വെള്ളം വന്നതോടുകൂടി 30,000 അടി ഉയരത്തിലുള്ള യാത്രക്കാർ വെള്ളപ്പൊക്കമാണോ എന്ന് ഭയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വിമാനത്തിന്റെ പിൻഭാഗത്തെ ശുചിമുറിയിൽ ഉണ്ടായ ലീക്കാണ് ക്യാബിനുള്ളിലെ വെള്ളക്കെട്ടിന് കാരണമായത്. ശുചിമുറി ഉപയോഗിക്കാൻ ശ്രമിച്ച യാത്രക്കാരി ലീക്ക് ക്യാബിനിൽ ക്രൂ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ലീക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും ശുചിമുറിയിൽ നിന്ന് വെള്ളം ക്യാബിനിലേക്ക് നിറയുകയും ചെയ്തിരുന്നു. കാൽച്ചുവട്ടിലേക്ക് വെള്ളം എത്തിയതോടുകൂടി യാത്രക്കാർ ഭയന്ന് കാലുകൾ പൊക്കി സീറ്റിന് മുകളിലേക്ക് വെച്ചിരിക്കുന്ന അവസ്ഥയും ഉണ്ടായി. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു. ഈ ടൈറ്റാനിക് സിനിമയിലെ പ്രശസ്തമായ ഗാനത്തിന്റെ അകമ്പടിയിലുള്ള വീഡിയോ ദശലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. ബോയിംഗ് 737 മോഡൽ വിമാനത്തിലായിരുന്നു ബോയിംഗ് 737 മോഡൽ വിമാനമായിരുന്നു സർവീസിന് ഉപയോഗിച്ചത്. ലാൻഡിംഗിനിടെ നിയന്ത്രണം നഷ്ടമായി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ചെറുവിമാനം കഴിഞ്ഞ ദിവസമാണ് വാർത്തകളിൽ നിറഞ്ഞത്. 2 പൈലറ്റുമാർ ഈ ഘട്ടത്തിൽ ക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഓഗസ്റ്റ് 7 സമാനമായ സംഭവമാണ് ഉണ്ടായിരുന്നത്. അമേരിക്കൻ എയർലൈൻസിന്റെ ഡാലസിൽ നിന്ന് സ്പെയിനിലേക്കുള്ള വിമാനത്തിലാണ് സമാനമായ ലീക്ക് ഉണ്ടായിരിക്കുന്നത്. ന്യൂയോർക്കിന് മുകളിലൂടെ വിമാനം പോകുമ്പോഴാണ് ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന് പിന്നാലെ വിമാനം അടിയന്തരമായി ഈ ജഫെക് വിമാനത്താവളത്തിൽ ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ധനം മുഴുവൻ ഉപയോഗിച്ച് തീർത്ത ശേഷമായിരുന്നു ഈ അടിയന്തര ലാൻഡിംഗും നടത്തിയത്.